ഏറെ കേട്ട ഒരു ഹദീസുണ്ട്. യത്ബഉൽ മയ്യിത സലാസ, 3 കാര്യങ്ങൾ മയ്യത്തിനെ പിന്തുടരും. അഹ്ലുഹു വമാലുഹു വഅമലുഹു, അതിലൊന്ന് അവൻ്റെ കുടുംബമാണ്. ഒരാൾ മരിച്ചാൽ അവൻ്റെ കുടുംബം പിന്തുടരും, അവൻ്റെ ധനവും പിന്തുടരും, അവൻ്റെ അമലും പിന്തുടരും. ഫയർജിഉ ഇസ്നാൻ, എന്നാൽ 2 മടങ്ങിപ്പോരും. വയബ്ഖാ വാഹിദുൻ, 1 മാത്രം ബാക്കിയാവുകയും ചെയ്യും. യർജിഉ അഹ്ലുഹു വമാലുഹു വയബ്ഖാ അമലുഹു, അവൻ്റെ ധനവും അവൻ്റെ കുടുംബവും മടങ്ങിപ്പോരും, അവൻ്റെ അമല് മാത്രം ബാക്കിയാവും. നമുക്കറിയാം ഈ ഹദീസിന്റെ പൊരുൾ എന്താണ് എന്ന്. മരിച്ചത് നമ്മുടെ കുടുംബമായിരിക്കാം. പലപ്പോഴും ഇവിടെ ഈ പള്ളിക്കാട്ടിൽ സ്വന്തം പിതാവിനെയും മാതാവിനെയും കബറടക്കി പോരേണ്ടുന്ന അവസ്ഥ, വ്യസനകരമായ അവസ്ഥ ഓരോരുത്തർക്കും ഉണ്ടായിക്കാണും, പലർക്കും ഉണ്ടായിക്കാണും. അപ്പോഴൊരിക്കലും എന്നെ കാണാതെ ഉറങ്ങാത്ത ഉമ്മയായിരുന്നു, എൻ്റെ ഉമ്മയെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലായിരുന്നു, ഞാനും എൻ്റെ ഉമ്മയോടൊപ്പം ഖബറിലേക്ക് പോവുകയാണെന്ന് ഒരാളും പറയാറില്ല. എനിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ച എൻ്റെ പിതാവായിരുന്നു, ഒരു പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ച് പണിപ്പെട്ട് ഒരുപാട് സമ്പാദിച്ച എൻ്റെ പിതാവാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സമ്പാദ്യം മുഴുവൻ ആ പിതാവിൻ്റെ ഖബറിലേക്ക് വെച്ചു പോരുകയാണെന്ന് നമ്മളിൽ ഒരാളും പറയുകയില്ല. അവിടെ അമല്, അവൻ്റെ ധനം അത് കുടുംബക്കാർക്ക് വീതിച്ചു നൽകപ്പെടും. അവൻ്റെ കുടുംബം ആ ഖബറിൽ മണ്ണോട് മണ്ണ് ചേർത്ത് മൂടിയതിനു ശേഷം മടങ്ങിപ്പോകും. വയബ്ഖാ വാഹിദുൻ വയബ്ഖാ അമലുഹു, 1 മാത്രം ബാക്കിയാകും. ആ ബാക്കിയാകുന്നത് അമലാണ്. അതുകൊണ്ട് തന്നെ ഈ അമലുമായിട്ട് നമുക്ക് വലിയൊരു ബന്ധമുണ്ട്, വലിയ ബന്ധം. എല്ലാം കുടുംബവും ധനവുമെല്ലാം തന്നെ ഉപേക്ഷിച്ച് മടങ്ങിപ്പോരുന്ന ദിവസം തന്നോടൊപ്പം ഉണ്ടാകുന്ന 1 അത് അമലാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ കൃത്യമായും പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ നാം ഇന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ അമലിനെ കുറിച്ചാണ്. ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. എന്തുകൊണ്ട് ഇന്ന് ബാങ്ക് വിളിച്ചപ്പോൾ ജുമുഅക്ക് വേണ്ടി പള്ളിയിലേക്ക് വന്നു? ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് പല ഉത്തരങ്ങളും ഉണ്ടാകും. അത് ഞാൻ ചെറുപ്പം മുതൽ ശീലിച്ചതാണ്. അതല്ലെങ്കിൽ ഞാൻ പള്ളിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ മോശമല്ലേ? ജുമുഅ ദിവസം ആളുകളെല്ലാം പള്ളിയിൽ കൂടുന്ന ദിവസമാണ്, എല്ലാവരെയും കാണാം. ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടാണ് ഒരാൾ ജുമുഅ എന്ന അതിമഹത്തായ അമലിന് വേണ്ടി വരുന്നതെങ്കിൽ ആ ജുമുഅ കൊണ്ട് പിരിഞ്ഞു പോകുമ്പോൾ അവൻ എന്ത് നേടി? അതുപോലെ തന്നെ ഒരു കണ്ടാൽ സഹതാപം തോന്നുന്ന ഒരു യാചകൻ, ഒരു ഭിക്ഷയാചകൻ, അവൻ നമ്മുടെ മുന്നിൽ കൈനീട്ടുന്നു. കൈനീട്ടുന്ന അവസരത്തിൽ നാം അയാൾക്ക് 10 രൂപ നൽകുന്നു. എന്തുകൊണ്ട് താങ്കൾ 10 രൂപ നൽകി? ഈ ചോദ്യത്തിന് പല ഉത്തരങ്ങളും ഉണ്ടാകും. എനിക്ക് അയാളെ കണ്ടപ്പോൾ വല്ലാത്ത സഹതാപം തോന്നി, പാവല്ലേ എന്ന് വിചാരിച്ച് ഞാൻ 10 രൂപ നൽകി. ആളുകളെല്ലാവരും അയാളുടെ കൊട്ടയിലേക്ക് നാണയത്തൊട്ടുകൾ ഇടുന്നുണ്ട്, അതുകൊണ്ട് ഞാനും ഇട്ടു ഒരു 10 രൂപ. ഞാൻ ചെയ്തതൊരു അമലാണ്. ഈ അമല് കൊണ്ട് ഞാൻ എന്ത് നേടി? നമ്മൾ ഓരോരുത്തരും നമ്മളോടൊപ്പം കുടുംബം നമ്മെ ഉപേക്ഷിക്കുന്ന, നമ്മുടെ ധനമെല്ലാം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന, അമല് മാത്രം ബാക്കിയാകുന്ന ഒരു ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ ആ അമൽ എത്രമാത്രം കൃത്യമായി കൊണ്ടാണ് നാം ചെയ്തിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ആലോചിക്കണം. അതല്ലെങ്കിൽ ആ അമല് പോലും നമ്മളോടൊപ്പമില്ലാത്ത ഒരവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. പരലോക രക്ഷയ്ക്ക് അനിവാര്യമായ അമല് പോലും കൂടെയില്ലാതിരിക്കുക എന്നത് വലിയ നഷ്ടമാണ് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നരകവാസികളെയും സ്വർഗവാസികളെയും പറ്റി പറയുമ്പോൾ പറഞ്ഞ ഒരായത്ത് നാം ശ്രദ്ധിച്ച് നമ്മുടെ മനസ്സുകളിൽ അത് തറക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ് സൂറത്തു സുമറിലൂടെ, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വ ഖായിമാ. അവൻ ആ മനുഷ്യൻ ഭക്തിയോടുകൂടി രാത്രിയിൽ നിന്ന് നമസ്കരിക്കുകയും അതുപോലെ തന്നെ സുജൂദ് ചെയ്യുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അവൻ ചെയ്യുന്നതെന്നറിയാമോ? രാത്രിയിൽ ആരാരും കാണാതെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഭക്തിയോടുകൂടി നിന്ന് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന, സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നറിയുമോ? അതവന്റെ ശരീരത്തിന് രാത്രിയിലൊരു എക്സസൈസ് ആയിക്കൊണ്ടല്ല, മറിച്ച് അതുകൊണ്ട് അവനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ യഹ്ദുറുൽ ആഖിറ, അവൻ പരലോകത്തെ ഭയപ്പെടുന്നു. വയർജു റഹ്മത റബ്ബിഹി, അവന്റെ റബ്ബിന്റെ കാരുണ്യത്തെ അവൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നവൻ അവൻ പ്രവർത്തിക്കുന്നത് രാത്രിയാണ്, രാത്രിയിൽ ആരും കാണാതെയാണ്. ആ ചെയ്യുന്ന അമലുകളെ കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് അവന്റെ പാരത്രികമായ രക്ഷയാണ്. പരലോകത്ത് അവന് രക്ഷപ്പെടണമെന്നാണ്, അള്ളാഹുവിന്റെ സ്വർഗത്തെ അവന് ലഭിക്കണമെന്നാണ്. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ലാതെ നാം എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നാം ചെയ്യുന്ന അമലുകൾ അള്ളാഹു പറഞ്ഞ അമലുകളായിരിക്കാം, പക്ഷെ നാം ആ ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ മറ്റു പലതുമായിരിക്കാം. വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കഥ പറയാം. ആ കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച യഥാർത്ഥമായ ഒരു സംഭവമാണ്. അത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടതായിരിക്കാം. ഇസ്ലാം പഠിപ്പിച്ച കഥകൾ കേട്ടു തള്ളുവാനുള്ള കേവല കഥകളല്ല, പാഠമാക്കേണ്ടുന്ന, ജീവിതത്തിൽ പകർത്തേണ്ടുന്ന, നമുക്ക് പാഠമാകേണ്ടുന്ന കൃത്യമായ സംഭവങ്ങളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസിൽ, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന ഒരു സംഭവമാണ്. ഒരിക്കൽ മൂന്നാളുകൾ യാത്ര തിരിച്ചു. അവർ യാത്ര ചെയ്യുന്നതിനിടയിൽ അതിശക്തമായ മഴ വന്നപ്പോൾ അവർ 3 പേരും ഒരു ഗുഹയിൽ അഭയം തേടി. അങ്ങനെ ആ ശക്തമായ മഴയിൽ അവർ ഗുഹയിൽ മഴ കൊള്ളാതെ ഇരിക്കുന്ന അവസരത്തിൽ എവിടെ നിന്നോ ഒരു പാറക്കഷ്ണം പൊട്ടി വീണ് അത് വന്ന് ആ ഗുഹാമുഖം അടഞ്ഞ അവസരത്തിൽ അവർ തള്ളി നോക്കിക്കാണും. ഒരാൾ ചിലപ്പോൾ തള്ളി നോക്കിക്കാണും, അനക്കമില്ല. 3 ആളും ശക്തമായി തള്ളി നോക്കിക്കാണും, പാറ അനങ്ങുന്നില്ല. കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ ശ്വാസം മുട്ടി ഇവിടെ കിടന്ന് മരിക്കും. മറ്റൊരു വഴിയും രക്ഷപ്പെടാൻ ആ 3 പേര് കാണുന്നുമില്ല. ഈ അവസരത്തിൽ അവരിൽ ഒരാൾ പറയുകയാണ്, ഇന്നഹു ലാ യുൻജീകും മിൻ ഹാദിഹി സ്വഖറ ഇല്ലാ അൻ തദുല്ലാഹ ബിസ്വാലിഹി അഅമാലികും. നിങ്ങൾ ചെയ്ത നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക, ദുആ ഇറക്കുക എന്നതല്ലാതെ ഈ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുവാൻ മറ്റൊരു വഴിയും കാണുന്നില്ല. സർവ വഴികളും നമ്മുടെ മുന്നിൽ അടങ്ങിയിരിക്കുന്നു എന്ന് അവർ പരസ്പരം പറയുന്നു. ആ സമയത്ത് അവരിൽ ഒരുവൻ അവന്റെ നല്ല പ്രവർത്തനങ്ങളെ കുറിച്ച് എടുത്തു പറയുന്നു. അവൻ പറയുന്നത്, എനിക്ക് ഒരു 2 വളരെ വയസ്സായ വാർദ്ധക്യത്തിലെത്തിയ ഉമ്മയും ഉപ്പയും ഉണ്ടായിരുന്നു. ഞാനെന്നും ഘോരവനത്തിൽ പോയി അവിടെ നിന്ന് വിറക് ശേഖരിച്ച് വിറ്റ് വീട്ടിലേക്ക് വരുമായിരുന്നു. എനിക്ക് ആടുകൾ ഉണ്ടായിരുന്നു. ഞാൻ വന്നതിന് ശേഷം ആ ആടുകളെ കറന്ന് അതിൻ്റെ പാലെടുത്ത് ആദ്യം എൻ്റെ ഉമ്മക്കും ഉപ്പക്കും കൊടുക്കുമായിരുന്നു. പ്രായമായ ഉമ്മക്കും ഉപ്പക്കും സ്നേഹത്തോടു കൂടി ഞാൻ ആ പാല് കൊടുക്കുമായിരുന്നു. അതിനുശേഷം എൻ്റെ മക്കൾക്കും കുടുംബത്തിനും നൽകുമായിരുന്നു. ഈ പതിവ് ഞാൻ ഒരിക്കലും തെറ്റിച്ചിട്ടില്ല. ഒരിക്കൽ ഞാൻ അങ്ങനെ കാട്ടിലേക്ക് വിറക് വെട്ടുവാൻ പോയി, വളരെ വൈകി. അങ്ങനെ മടങ്ങി വരുന്ന അവസരത്തിൽ ഞാൻ വീട്ടിലേക്ക് വന്നു, ആടിനെ കറന്നു, പാലുമായി എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും അടുക്കലെത്തി. പാവങ്ങൾ ക്ഷീണിച്ചുറങ്ങിയിരുന്നു. ക്ഷീണിച്ച് തളർന്ന് വിശപ്പ് സഹിക്കാതെ എൻ്റെ പ്രായം ചെന്ന ഉമ്മയും ഉപ്പയും തളർന്നുറങ്ങുന്ന കാഴ്ചയാണ്
ഞാൻ കാണുന്നത്. എൻ്റെ മക്കളാകട്ടെ അവർ വന്നുകൊണ്ട് എൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് വിശപ്പ് സഹിക്കാനാകാതെ കരയുന്ന വല്ലാത്തൊരു രംഗമാണ് എൻ്റെ മുന്നിലുള്ളത്. ഞാൻ ഇന്നേ വരെ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും നൽകാതെ ആ പാലെൻ്റെ മക്കൾക്ക് നൽകിയിട്ടില്ല. അത് റബ്ബെ നിന്നെ ആഗ്രഹിച്ചുകൊണ്ട്, നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, ഉമ്മയെയും ഉപ്പയെയും പരിപാലിച്ചാലുള്ള പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ഞാനതൊരിക്കലും തെറ്റിച്ചിട്ടില്ല. ഞാൻ ആ പാൽപാത്രവുമായി എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കട്ടിലിന് മുന്നിൽ നിന്നു. അവരുണർന്നില്ല. പ്രഭാതമായി, പ്രഭാത വെളിച്ചം അവരുടെ കണ്ണിൽ തട്ടിയപ്പോഴാണ് അവരുണരുന്നത്. അവരുണർന്ന പാട് എൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചവരെ കാത്തു നിന്നിരുന്ന പാല് ആദ്യമായി ഞാൻ അവർക്ക് നൽകി. അവരെ കുടിപ്പിച്ചതിന് ശേഷമേ എൻ്റെ മക്കളെയും കുടുംബത്തെയും ഞാൻ കുടിപ്പിച്ചുള്ളൂ റബ്ബേ. അത് എൻ്റെ മക്കളെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ഉമ്മാക്കും ഞാൻ നൽകിയ മുൻഗണനയാണ് റബ്ബേ. ഇത് നിന്നെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം, മറ്റൊന്നും ആഗ്രഹിക്കാതെ, വേറൊരു നേട്ടവും കൊതിക്കാതെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ ആദ്യമായി നൽകിയത് നിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് റബ്ബേ. എനിക്ക് ഞാൻ ആ ചെയ്ത പ്രവർത്തനം അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക ഫഫർരിജ് അന്നാ മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി الصഖറ. റബ്ബേ, ഈ പ്രവർത്തനം നിന്നെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണ്. ഇത് ഈ പ്രവർത്തനത്തെ മുൻനിർത്തിക്കൊണ്ട് റബ്ബേ, നിനക്ക് വേണ്ടി മാത്രം ചെയ്ത ഈ പ്രവർത്തനം, ഇതിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്ന റബ്ബേ, ഞങ്ങളകപ്പെട്ട ഈ വലിയ കുടുക്കിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. പാറ ഒന്നനങ്ങി. ഇത് പറഞ്ഞപ്പോ പാറ ചെറുതായിട്ടൊന്ന് അനങ്ങി. ഒരിക്കലും പുറത്തു കടക്കാൻ സാധിക്കുന്ന തരത്തിലല്ല, വെളിച്ചം ഉള്ളിലോട്ട് കയറുവാൻ വേണ്ടി മാത്രം, അത്രമാത്രം പാറയൊന്നിളങ്ങി. രണ്ടാമത്തെയാള് അയാൾ ചെയ്ത, അള്ളാഹുവിന് മാത്രമായി ചെയ്ത പ്രവർത്തനത്തെ ആ മനുഷ്യൻ എടുത്തു പറഞ്ഞു. അവൻ പറഞ്ഞത്, എനിക്ക് ഒരു എളാപ്പയുടെ എൻ്റെ ഒരു എളാപ്പയുടെ മോളുണ്ടായിരുന്നു. സുന്ദരിയായിരുന്നു അവൾ. ഭൂമിയിൽ ആരെ സ്നേഹിക്കുന്നതിനേക്കാളും ഞാൻ അവളെ പ്രേമിച്ചിരുന്നു. പലപ്പോഴും ദുഷ്പ്രവർത്തനങ്ങൾക്ക് ഞാൻ അവളെ പ്രേരിപ്പിച്ചിരുന്നു. അവരോട് വേണ്ടാവൃത്തിക്ക് വേണ്ടി ഞാൻ കൽപ്പിച്ചിരുന്നു. അവൾ അതിൽ നിന്ന് വിട്ടുമാറി, അവളിൽ നിന്നും ഒഴിഞ്ഞു മാറി. ഒരിക്കൽ ആ കുടുംബം വല്ലാതെ പട്ടിണിയിലായി, അവർ പ്രയാസത്തിലായി. അങ്ങനെ പ്രയാസത്തോടു കൂടി ആയിരിക്കുമ്പോ ആ സ്ത്രീ എന്നെ സമീപിച്ചു. എന്നോട് പറഞ്ഞു, വല്ലതും കടം തരുമോ എന്ന്. ഞാൻ അവൾക്ക് 120 സ്വർണ്ണ നാണയമാണ് റബ്ബെ നൽകിയത്. എന്നിട്ട് ഞാൻ അവളോട് എൻ്റെ ആവശ്യം പറഞ്ഞു. വഴിയില്ലാതെ, രക്ഷയില്ലാതെ അവൾ വഴങ്ങുകയും ചെയ്തു. എന്നാൽ ഞാൻ എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവളിലേക്ക് ചാഞ്ഞപ്പോ ഒരു വാക്കവൾ പറഞ്ഞു, ഇത്തഖില്ലാ വലാ തഫുൽ ഖാതിമ ഇല്ലാ ബിഹഖിഹാ. അല്ലാഹനെ സൂക്ഷിച്ചോ, അള്ളാനെ സൂക്ഷിച്ചോ, അവകാശമില്ലാത്തത് കടിച്ചു കീറല്ലേ എന്ന വാക്കുകളായിരുന്നു അവൾ പറഞ്ഞത്. ഞാൻ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് റബ്ബേ, നിന്നെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം ആ ദുശ്ചര്യയിൽ നിന്ന് ഞാൻ പിന്മാറി. ആ പണം ഞാൻ അങ്ങോട്ട് തിരിച്ചു വാങ്ങിയതുമില്ല റബ്ബേ. ഇത് നിന്നെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്ത പ്രവർത്തനമാണ്. ഇതുകൊണ്ട് റബ്ബേ, ഞങ്ങൾ പെട്ടിരിക്കുന്ന ഈ കുടുക്കിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. പാറ ഒരൽപ്പം കൂടി അണങ്ങി. പുറത്തു പോകുവാൻ അവർക്ക് സാധിക്കുന്ന തരത്തിലായിട്ടുമില്ല. മൂന്നാമത്തവൻ താൻ റബ്ബിനെ മാത്രം ആഗ്രഹിച്ച് ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു. അയാൾ പറഞ്ഞത്, ഞാനൊരു ധനാഢ്യനാണ്. എനിക്ക് പല ജോലിക്കാരും എൻ്റെ വീട്ടിൽ വന്ന് ജോലി ചെയ്യാറുണ്ടായിരുന്നു. ഒരിക്കൽ ജോലി ചെയ്തവർക്കെല്ലാം ഞാൻ കൂലി നൽകി. ഒരാൾ മാത്രം കൂലി സ്വീകരിക്കാതെ മടങ്ങി. ഞാൻ അയാളുടെ ധനത്തെ എൻ്റെ ബിസിനസ്സിൽ ഇറക്കി. അയാൾക്ക് വേണ്ടി ഞാനൊരു പശുവിനെ വാങ്ങി. അതിൽ നിന്ന് മക്കളുണ്ടായി. അതിൽ നിന്ന് ആടും അതുപോലെ തന്നെ മാടും ഒട്ടകവും അടിമകളുമെല്ലാമായി അയാളുടെ സമ്പത്ത് എൻ്റെ മുന്നിൽ കുമിഞ്ഞുകൂടി. ഒരിക്കൽ അയാൾ എന്നോട് വന്നുകൊണ്ട് ചോദിച്ചു, എൻ്റെ പണം എവിടെ? കാലങ്ങൾക്ക് ശേഷം വന്നുകൊണ്ട് ചോദിക്കുന്നു, എൻ്റെ പണം എവിടെ? ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുത്തു. അതാ ആ മലഞ്ചെരുവിലുള്ള ആടും ആ മലഞ്ചെരുവിലുള്ള മാടും ഒട്ടകവും അടിമകളുമെല്ലാം അത് നിന്റെതാ. അപ്പോ അയാൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ എന്നെ പരിഹസിക്കുകയല്ല സുഹൃത്തെ, ഞാൻ അങ്ങയുടെ ആ കാര്യത്തെ, ആ ധനത്തെ ഇങ്ങനെ പോഷിപ്പിച്ചതാണ് എന്ന് അയാൾ മറുപടി പറയുകയും തനിക്ക് സാധിക്കുന്നിടത്തോളം തൻ്റെ ആ വസ്തുക്കളിൽ നിന്ന് എടുത്തുകൊണ്ട് അയാൾ മടങ്ങുകയും ചെയ്യുന്നു. റബ്ബേ, ഇത് നിന്റെ പ്രീതിയെ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്ത അമലാണ്. ഇത് കാരണം നീ ഞങ്ങൾപ്പെട്ട ഈ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. പാറ മുഴുവനായും മാറി. അള്ളാഹുവിന്റെ വലിയ ഖുദ്റത്തായിക്കൊണ്ട് അവർ പെട്ട പ്രയാസത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുകയുമുണ്ടായി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന സംഭവം. ഇതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന പാഠം എന്താണ്?
എന്തൊന്നാണ് അള്ളാഹുവിനെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ചെയ്ത എൻ്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉണ്ട് എൻ്റെ അടുത്ത്. എൻ്റെ റബ്ബിന്റെ മുന്നിൽ എനിക്ക് പറയുവാൻ, എനിക്കെൻ്റെ റബ്ബിന്റെ മുന്നിൽ എനിക്ക് എൻ്റെ മറ്റാരുടെയും രക്ഷയില്ലാത്ത, കുടുംബത്തിൻ്റെയോ ധനത്തിൻ്റെയോ തണലെനിക്ക് ലഭിക്കാത്ത, അധികാരത്തിൻ്റെയോ ആൾബലത്തിൻ്റെയോ വീമ്പ് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്ത പാരത്രിക ജീവിതത്തിൽ റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കുവാൻ എനിക്കെന്തുണ്ട് എന്ന ബോധം ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകും. ഈ അള്ളാഹുവിന് മാത്രം ഖാലിസായി ഇവർ ചെയ്ത പ്രവർത്തനമുണ്ടല്ലോ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയാണ് ഇഖ്ലാസോടുകൂടിയുള്ള പ്രവർത്തനം എന്ന് പറയുക. നാം പറയും, പലപ്പോഴും പല കടകളിലും എഴുതി വെച്ചത് നാം കാണാറുണ്ട്, അൽ ഊദ് അൽ ഖാലിസ്, പ്യുവറായ ഒരു കലർപ്പും ചേരാത്ത ഊദ്, അൽ ലബനുൽ ഖാലിസ്, ഒരു കലർപ്പും ചേരാത്ത പാല്. അതുപോലെ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് മാത്രം, അള്ളാഹുവിന്റെ പ്രീതിയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനത്തെയാണ് ഇഖ്ലാസ് എന്ന് പറയുക. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഇഫ്റാദുല്ലാഹ സുബ്ഹാനഹു ബിൽ ഖസ്ദ്, അള്ളാഹുവിനെ ലക്ഷ്യം വെക്കുന്നതിൽ അള്ളാഹുവിനെ ഏകനാക്കുക. ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതിൻ്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രീതിയും അവന്റെ അടുത്ത് നിന്നുള്ള പ്രതിഫലവും മാത്രമാവുക എന്ന് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളോട് പറയുകയും ചെയ്തു, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ് സ്വലാത വയുഅ്തുസ് സകാഹ വദാലിക ദീനുൽ ഖയ്യിമ. വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ, ഋജുമാനസരായിക്കൊണ്ട് നിഷ്കളങ്കമായിക്കൊണ്ട് അവന് വേണ്ടി ഇബാദത്ത് ചെയ്യുവാനല്ലാതെ അവരോട് കൽപ്പിച്ചിട്ടില്ല. വയുഖീമുസ്സലാഹ്, ഋജുമനസ്കതയോടുകൂടി ഇഖ്ലാസോടുകൂടി അവന് വേണ്ടി നമസ്കരിക്കുവാനും സകാത്ത് നൽകുവാനും, വദാലിക ദീനുൽ ഖയ്യിമ, അതത്രേ വക്രതയില്ലാത്ത നേരായ മതം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, പലപ്പോഴും പലർക്കുമുണ്ടാകും ചില ദുസ്വഭാവങ്ങൾ. താൻ ഒരുപാട് ധർമ്മം ചെയ്യുന്നവനായിരിക്കും, ദാനം ചെയ്യുന്നവനായിരിക്കും, പക്ഷെ ചെയ്ത പ്രവർത്തനങ്ങളെ എടുത്തു പറയും. ആ എടുത്തു പറയുന്നത് കൊണ്ട് സതുദ്ദേശമല്ലയുള്ളത്, മറിച്ച് താനൊരു പ്രവർത്തിച്ചവനാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ എന്ന ഉദ്ദേശത്തോടു കൂടി ആളുകൾക്ക് മുന്നിൽ എടുത്തു പറയുന്നവർ, അത്തരക്കാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഉപമ നമ്മെ ഭയപ്പെടുത്തേണ്ടതുണ്ട്. നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും മഴയിൽ, പേമാരിയായി പെയ്യുന്ന മഴയിൽ ഒലിച്ചു പോകുന്ന കേവല ചളിയായി മാത്രം അവശേഷിക്കുന്ന രംഗം നാം ഭയപ്പെടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയും ചെയ്യുന്നു, യാ അയ്യുഹല്ലദീന ആമനു ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ, മുഅ്മിനീങ്ങളായ ആളുകളെ എടുത്തു പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഉപദ്രവം കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നശിപ്പിച്ചു കളയരുത്. കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസി, ആളുകളെ കാണിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനെ പോലെ, വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലോ പരലോകത്തിലോ അവൻ വിശ്വസിക്കുകയും ചെയ്യുന്നില്ല. ഫമസലുഹു, അപ്പോൾ അവന്റെ ഉപമ കമതലി സഫ്വാനിൻ, ഒരു പാറ പോലെയാണ്, മിനുസമുള്ള ഉറപ്പുള്ള മിനുത്ത ഒരു പാറ, അലൈഹി തുറാബുൻ, അതിന്റെ മേൽ കുറച്ച് മണ്ണടിഞ്ഞിട്ടുണ്ട്, ഫഅസാബഹു വാബിലുൻ, അതിലേക്കൊരു പേമാരി പെയ്തിറങ്ങി, ഫതറകഹു സ്വൽദ, അത് ഉറച്ച മൊട്ടപ്പാറയായി അതിന്മേൽ ഒന്നും അവശേഷിക്കാത്ത രൂപത്തിൽ ആ പാറയിൽ നിന്ന് ആ മണ്ണൊലിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല മനുഷ്യരെ. അതുപോലെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരു മഴയിൽ ഒലിച്ചു പോകുന്ന ആ ചളിയെപ്പോലെ, മണ്ണിനെ പോലെ ആയിപ്പോകും നിങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ, നിങ്ങൾ ഉപദ്രവിക്കുകയാണെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അത്തരക്കാരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയില്ല, ഒരു ഫലവും അതുകൊണ്ട് അവൻ ലഭിക്കുകയില്ല.